യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരു ദിവസവും അതിശയമായിട്ട് അത്ഭുതമായി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വരുന്ന ആപത്തനർത്ഥങ്ങളൊക്കെയും വിടുവിച്ച് ദൈവം നമ്മെ അതിശയമായിട്ട് നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാം വിളിച്ചപേക്ഷിച്ചെന്നാൽ നമുക്ക് ഉത്തരം നൽകി നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. എന്മനുമേ യഹോവയെ വാഴ്ത്തുവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. തിരുവചന പ്രകാരം ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് ഒന്നിനൊരു മുടക്കം വരുത്താതോണം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ട കരുതി വച്ചിരിക്കുന്നതുണ്ട്. ആ കരുതലുകളൊക്കെയും അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ, ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരും. എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എൻ്റെ തകർച്ചയ്ക്കായിരുന്നല്ലോ ഈ കൊടുങ്കാറ്റടിച്ചത്, ഈ പ്രയാസം കടന്നു വന്നത്, ഈ രോഗം കടന്നു വന്നതെന്നൊക്കെയും നാം ഓട്ടോമാറ്റിക്കലായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയത്തിനും. പക്ഷെ അതിനകത്ത് ശത്രു തിന്മയ്ക്കായി കൊണ്ടുവരുമ്പോഴും നമ്മെ തകർത്ത് കളയുവാൻ നോക്കുമ്പോഴും ഹല്ലേലൂയ ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ തകർത്ത് കളയുവാൻ അനുവദിക്കാതെ വേണം നമ്മെ ദൈവിക പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് കർത്താവ് നമ്മെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ഏതെങ്കിലും ജീവിതത്തിനകത്ത് വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. നാം ആ ഒരു യാത്രയുടെ മധ്യത്തിൽ ആയിരിക്കും. നമുക്കാർക്കും അറിയത്തില്ല ഇതിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്തെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് യോബ് പറഞ്ഞത് ദൈവത്തിന് സകലവും കഴിയുമെന്നതിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന. പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് ഏത് തകർച്ചയ്ക്കായിട്ട് ശത്രു ഒരു പദ്ധതി ഒരുക്കി കഴിഞ്ഞാലും ഈ പകൽക്കാലം വിശ്വസിക്കുക. അതിനകത്ത് ശത്രുവിന്റെ പദ്ധതി അല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന. ശത്രുവിന്റെ പ്ലാനിങ് അല്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന. അതിനകത്തേക്ക് ദൈവത്തിന്റെ പ്ലാനിങ്ങിനെ ദൈവം വിളിച്ചു വരുത്തുവാനായിട്ട് ഇടയത്തീരും. നാം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ആ ദൈവത്തിന്റെ പ്ലാനിങ്ങിലും ദൈവത്തിന്റെ വിടുതലിലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും ആയിരിക്കും. സ്തോത്ര. അങ്ങനെയെങ്കിൽ റോമർ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖന 8-ാം അതിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. ദൈവജനം അറിയേണ്ട ഒരു കാര്യമുണ്ട്. നാം കടന്നു പോകുന്ന ഏതിനെയും ഏതു വിഷയത്തെയും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചില കഷ്ടതകൾ വരാം, ചില വേദനകൾ കടന്നു വരാം, ചില ഒറ്റപ്പെടലിൽ കടന്നു വരാം, ചില അവഗണനകൾ അനുഭവിച്ചിരിക്കാം. പക്ഷേ അതൊക്കെ നമുക്ക് നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ഒരിടത്തങ്ങനെ നിൽക്കുമെന്നല്ല നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു സകലവും. ഏതെങ്കിലും ഒരു വിഷയത്തെ അല്ല ഫോക്കസ് ചെയ്ത് പറയുന്നത്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന ചില രോഗമായിരിക്കാം, ചില തകർച്ചയായിരിക്കാം, ചില പരാജയമായിരിക്കാം. അതിനെ നന്മയ്ക്കാക്കി തീർക്കും. ചില പരാജയങ്ങളായിരിക്കും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചില രോഗങ്ങളായിരിക്കാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിന്റെ കൂടെ ഇരുന്നവർ നിനക്ക് എതിരായി തീർന്നതായിരിക്കാം, അനുഭവമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത്. പക്ഷേ അതൊക്കെ നന്മയ്ക്കാണെന്ന് നാം ഈ പകൽക്കാലം നന്മയിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ പകൽക്കാലം ഞാനും നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ഈ വചനത്തിൽ നമുക്ക് വിശദീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ സന്നിധി
വിശ്വസ്തയോട് പരമാർത്ഥതയോടും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, നിന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം കടന്നു വന്നാൽ നിന്നെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ തകർത്ത് കളയുവാനായിട്ട് എന്തെല്ലാം കൊടുങ്കാറ്റുകളും തിരമാലകളും ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാൽ അതിനെ ചെന്ന് നിർത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നന്മയിലേക്കായിരിക്കും. ഹല്ലേലൂയ. അതിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീര. അങ്ങനെ ഒരു ദൈവിക പ്രവൃത്തി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീര. നിങ്ങൾ ആ ഒരു യാത്രയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത്രയൊക്കെ വേദന എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്തേ എന്ന് ചോദിച്ചിരിക്കുക. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ വിശ്വസിക്കുക, ചില ദൈവിക വാഗ്ദത്തം കൂടെ നിവർത്തീകരണം നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വെളിപ്പെടുത്താനായിട്ടുണ്ട്. നീ ആയിരിക്കുന്നിടത്ത് ഇടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെയും നിന്നോട് സ്നേഹത്തോടും കരുതലോട്ടും നിന്നു കഴിഞ്ഞാൽ നീ ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരികയില്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരികയില്ല. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവരായിക്കൊള്ളട്ടെ, അവരിൽ നിന്ന് ചില പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയത്തിര, ചില പ്രയാസങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയത്തിര. പക്ഷെ അത് നിന്നെ ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താ? സ്തോത്രം. നിന്നെ ചില ദൈവീക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി എത്ര. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഇന്ന് കടന്നു പോകുന്ന ഏത് ജീവിതത്തിന്റെ അനുഭവമായിക്കൊള്ളട്ടെ, ഇതിനകത്തൊരു നന്മ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുക. സ്തോത്ര. നിങ്ങളുടെ തലമുറയുടെ വിഷയമാകട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾ ബിസിനസ് മേഖലയിൽ കടന്നു വന്ന ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ചില പരാജയങ്ങൾ ആയിക്കൊള്ളട്ടെ, അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നും നീ കഷ്ടത അനുഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളുടെയും പരിശോധനകളിൽ നിന്ന് ദൈവം എന്താ ചെയ്യുന്നു? ഒരു നന്മ ഉളവാക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ തിന്മയല്ല ഞാനും നിങ്ങൾ വലുതായി കാണേണ്ടത്, അതിനകത്തുനിന്ന് വെളിപ്പെടാനിരിക്കുന്ന നന്മയെ വലുതായി കാണുക, അതിനെപ്പറ്റി നാം ചിന്തിക്കുക, അതിനെപ്പറ്റി നാം ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരുമ്പോ ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതനെ, ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, എല്ലാവർക്കുമുള്ള ദൈവിക വാഗ്ദത്തമല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവ പൈതന് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? പ്രിയ ദൈവമക്കളെ, സ്തോത്രം. എന്റെ ദൈവം സകലതിനെ നന്മയ്ക്കാക്കി തീർക്കും. സ്തോത്രം. വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ നമുക്ക് സ്തോത്രം പുറപ്പാട് പുസ്തകം 20-ാം 6 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അത് മാത്രമല്ല, സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് തിരുവചനത്തിലേക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെയും കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ വഴികളെ പാതകളെ നിരപ്പാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഏത് ദുർഘട മേഖലയിൽ കൂടി കടന്നു പോയാലാ, ഏത് പ്രയാസഘട്ടത്തിൽ കൂടി കടന്നു പോയാലാ, അതിനെ നന്മയ്ക്കാക്കി തീർക്കുക. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ഇടുക്കമായിരിക്കാം, ചില ഞെരുക്കമായിരിക്കാം, ഒരു വിശാലത നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ട്. സ്തോത്ര. തിരുവചനത്തിൽ ഉടനീളം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആരൊക്കെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുവാനായിട്ട് ഇടയെ തീർന്നോ, ആരൊക്കെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നോ, അവരുടെ ജീവിതത്തിനകത്തൊക്കെ ഒരു നന്മ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നോ, അവരെ മറ്റുള്ളവർക്ക് ഒരു നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 45-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ ജോസഫ് പറയുന്ന ഒരു സ്തോത്ര അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ സഹോദരങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ്, തന്നെ ഈ പ്രയാസഘട്ടത്തിൽ കൂടിയൊക്കെയും അവർ വിട്ടു എങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ ഇതുകൊണ്ട് വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. സ്തോത്ര. ദൈവം എല്ലാവരെയും മുന്നമേ ഒരുക്കി നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി, മിസ്രൈം ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിച്ചെന്ന് പറയുന്നു.
പറയുവാനായിട്ട് ഇടയെത്തുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം തന്റെ സഹോദരങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിനായിട്ട് തന്നെ പറഞ്ഞു വിടുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ യാത്രയുടെ മധ്യത്തിൽ തന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന അസൂയ, അവർക്ക് ലഭിക്കാത്ത ഒരു ദർശനം, അവർക്ക് ലഭിക്കാത്ത ഒരു സ്വപ്നത്തിന്റെ ഉടമ ജോസഫ് ആയിരുന്നത് കൊണ്ട് ആ സ്വപ്നത്തെ എങ്ങനെ തകർത്ത് കളയാമെന്ന് പദ്ധതി ഒരുക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നിന്നോട് ആയിരിക്കില്ല മറ്റുള്ളവർക്ക് വിദ്വേഷം ഉണ്ടാകുന്നത്, പക ഉണ്ടാക്കുന്നത്. നിന്റെ മേൽ അവർക്ക് ലഭിക്കാത്ത ചില വാഗ്ദത്തങ്ങൾ, അവർക്ക് ലഭിക്കാത്ത ചില ദർശനങ്ങൾ, അവർക്ക് ലഭിക്കാത്ത ചില സ്വപ്നങ്ങൾ നിന്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കുവാനായിട്ട് പുറത്തു നിന്നുള്ളവരെ ആയിരിക്കില്ല ശത്രു എഴുന്നേൽപ്പിക്കുന്നത്, അകത്ത് നിന്ന് തന്നെ ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് ഈ പകൽക്കാലം കടന്നു പോകുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക. സ്തോത്ര. നിന്നെ തകർക്കുവാൻ നോക്കുന്നവർക്ക് നിന്റെ സ്വപ്നം എന്തായിത്തീരും, നിന്റെ ദർശനം എന്തായിത്തീരുമെന്ന് നോക്കുന്നവർക്ക് ഒരു അനുഗ്രഹ വിഷയമാക്കി ദൈവം തീർക്കുവാനായിട്ട് ഇടയെത്തിരോ. അവരുടെ ജീവരക്ഷയ്ക്കായിട്ട്, അവരുടെ വിടുതലിനായിട്ട്, നിത്യതയ്ക്കുള്ള ഒരുക്കത്തിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ ഭവനത്തിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം കഷ്ടത നിങ്ങൾ അനുഭവിക്കുന്നത്. ഭാരപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ ചിലപ്പോൾ കരയേണ്ടി വരുന്നുണ്ടായിരിക്കാം, നീ ഭാരപ്പെടേണ്ടി വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് അവർക്കൊക്കെ മേലധികാരിയായിട്ട്, അവരുടെയൊക്കെ മുമ്പാകെ തല ഉയർത്തി ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജോസഫ് അവിടെ കടന്നു വരുമ്പോഴും സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ ദൂരത്തിൽ നിന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ കാരണം എങ്ങനെയാണ്, ഇവനെ എങ്ങനെ തകർത്ത് കളയാം. അവിടെ അടുത്ത് പറയുന്നു, അതാ സ്വപ്നക്കാരൻ വരുന്നു, നാം അവനെ കൊന്നു ഒരു കുഴിയിൽ ഇട്ട് കളയാ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു എന്ന് പറയാം. അവന്റെ സ്വപ്നം എന്താകും? ഇതേ ഉള്ളു പ്രിയ ദൈവമക്കളെ. സഹോദരങ്ങളുടെ പ്രശ്നം ഇതേ ഉള്ളൂ. ഇവനൊരു സ്വപ്നം കണ്ടല്ലോ, ഈ സ്വപ്നത്തെ പൂർത്തീകരിപ്പാനിട്ട് ഇവർക്കറിയത്തില്ല ഈ സ്വപ്നമാണ് ഇവരുടെ ജീവരക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. ഇവരുടെ ജീവിതത്തിൽ പ്രയാസം കടന്നു വരുമ്പോ ഇവനാണ് ഇവർക്കൊരു അനുഗ്രഹമായി തീരുന്നെന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇടയാകാതെ വേണം കടന്നു വരുന്ന ഒരു അസൂയ. ഹല്ലേലൂയ. ആ അസൂയ എന്ത് ചെയ്യുന്നു? ഇവന്റെ സ്വപ്നം എന്തായി തീരും? ഇതിനെ നശിപ്പിച്ചു കളയും, ഇവനെ കൊന്നു കളഞ്ഞ അതോടുകൂടി ഇവന്റെ സ്വപ്നം ഇല്ലാതാകുമെന്ന് അവർ ചിന്തിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ശത്രു അവരുടെ ഉള്ളിൽ അരുതാത്ത ചിന്തകൾ കൊണ്ട് ഇടുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഈ പകൽക്കാലം പറയട്ടെ സ്തോത്രം. ശത്രു നിനക്കെതിരായി കള പറയുമ്പോഴും, നിന്നെ തകർക്കുവാൻ പദ്ധതി ഇടുമ്പോഴും അതിനെ നന്മയിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൊട്ടക്കിണർ ഇടുവാനായിട്ട് ഇടയെത്തുന്നു. എന്നാൽ അവിടെ കൊണ്ട് തീർക്കുന്ന ഒരു ദൈവമല്ല. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സഹോദരന്മാരിൽ ഒരുത്തന്റെ മനസ്സിനെ ദൈവം അങ്ങ് ചേഞ്ച് ചെയ്തു. ഇവനെ പൊട്ടക്കിണറ്റിൽ ഇടണ്ട, നമുക്ക് കടന്നു വരുന്ന ഇസ്മേൽ കച്ചവടക്കാരുടെ കരത്തിലേക്ക് കൊടുക്കാമെന്ന്. അവിടെ ഇവിടെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലപ്പെടേണ്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ശത്രുവിന്റെ പശ്ചത്ത് നിൽക്കുമ്പോൾ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, നിന്റെ വഴി ദൈവത്തിന് ഇഷ്ടമായി തീർന്ന ഹല്ലേലൂയ ശത്രുക്കളെ നിന്നോട് ഇണക്കുന്ന ഒരു ദൈവം. അതേ കൂട്ടുകെട്ടി നിനക്കെതിരായി പദ്ധതികൾ ഒരുക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, അതിനകത്തുനിന്ന് നിനക്ക് വേണ്ടി അനുകൂലമായിട്ട് എണീക്കേണ്ടവരെ തക്ക സമയത്ത് ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം നീ പൊട്ടക്കിണറ്റിനകത്ത് ഒതുങ്ങേണ്ടവരല്ല, നിന്റെ സ്വപ്നം പൊട്ടക്കിണറ്റിനകത്ത് മൂടിക്കളയേണ്ടതല്ല. കാരണം മറിച്ച് എന്തേ മിസ്രൈമിൽ എത്തേണ്ട വ്യക്തിയാണ് നീ. ഹല്ലേലൂയ. അവിടെയാ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ നിറവേറേണ്ടത്. സ്തോത്രം. അവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്മായേലിന്റെ കരത്തിൽ കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ തീർക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ നിന്ന് മിസ്രൈമിയുടെ കരത്തിലേക്ക് ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവിക വാഗ്ദത്തം എവിടെയാണോ നിറവേറേണ്ടത് അവിടെ എത്തത്തില്ല എന്ന് പറഞ്ഞു, നിന്നെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ നിനക്കെതിരെ അഴിച്ചു വിട്ടാല് ഹല്ലേലൂയ സമയം തെറ്റാതെ വേണം നിന്നെ മാനിക്കേണ്ടടുത്ത്
വെളിപ്പെടുത്തേണ്ടത്, എവിടെയാണോ ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തേണ്ടത് അവിടെ തക്ക സമയത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന സകലതിനെയും എന്റെ ദൈവം തമ്മിൽ നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. ദോഷമായി പരീക്ഷിക്കാത്ത ദൈവ, മനുഷ്യർക്ക് നടപ്പല്ലാത്തതൊന്നും അവൻ അനുവദിക്കാത്തതാ ദൈവ. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. ചില ദുർഘട മേടുകളിൽ കൂടി കടന്നു പോകുമ്പോ, ചില വേദന അനുഭവിക്കുന്ന വൈഷമ്യ ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്നെ തനിച്ചു വിടുന്ന ഒരു കർത്താവല്ല, നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് 39 അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമായി 3 ഭാഗത്തിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ 4 ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ നിന്റെ മേൽ കിടക്കുമ്പോ ദൈവം നിന്നെ തനിച്ചു വിടുകയില്ല. ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയത്തില്ല. നീ ഒരിടത്തും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തിന്റെ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായിട്ട്, അത് നിന്റെ ജീവിതത്തിൽ നിറവേറ്റരേണ്ടതിനായിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ, നാം പല പ്രയാസഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോ നമ്മൾ ചിന്തിച്ചിരിക്കാം, ഇതെന്തേ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു വന്നത്? ഞാൻ കണ്ട ദർശനം മറ്റൊന്നാണല്ലോ, ഞാൻ കണ്ട സ്വപ്നം ഒന്നാണല്ലോ. ഹല്ലേലൂയ. ആ ദർശനവും ആ സ്വപ്നത്തിനകത്തൊന്നും ഈ ഒരു പൊട്ടക്കിണറോ, ഹല്ലേലൂയ, മിസ്ബേൽ കച്ചവടക്കാരുടെ മുമ്പിൽ നിൽക്കുന്നതോ പോത്തിപ്പറിന്റെ ഭവനമൊന്നും കടന്നു വന്നിട്ടില്ലല്ലോ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാം നിന്റെ മുമ്പിൽ പറയുന്ന ഒരു ദൈവമല്ല. ദൈവീയ വാഗ്ദത്തമുണ്ടോ? പക്ഷേ പല മേടുകളിൽ കൂടി കടന്ന് നാം അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അവിടെയൊക്കെ തനിച്ചു വിടുന്ന ഒരു ദൈവമല്ല, അവിടെയൊക്കെ നമ്മോട് കൂടെ ദൈവം ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമുക്കിവിടെ വചനത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. ജോസഫ് ദൈവത്തെ അനുസരണ ഉള്ള ഒരു ജീവിതം വച്ചപ്പോ, ദൈവത്തെ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദൈവം അവനോട് കൂടെ ഇരുന്നു. നീ ഏതെല്ലാം പാതകൾ നിനക്ക് നിരപ്പാക്കാത്ത പാതകൾ കടന്നു വന്നാലും, പ്രയാസഘട്ടങ്ങൾ, വൈഷമ്യ മേടുകൾ, കുന്നുകളൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ, പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തെ മാനിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, പരമാർത്ഥതയോട് ദൈവത്തെ സ്നേഹിച്ച് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നോ മേലുള്ള ദർശനങ്ങൾ, വെളിപ്പാടുകൾ ദൈവം നിറവേറ്റുവാനായിട്ടിടയത്തില്ല. നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. ലോകം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം, ലോകം നിന്നെ എങ്ങനെ തകർക്കാമെന്ന് നോക്കിയിരിക്കാം. പക്ഷേ അതിന്റെ മധ്യത്തിൽ ദൈവം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ എങ്ങനെ നിറവേറ്റാമെന്ന് പദ്ധതി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കെതിരായി ഒരു വാക്ക് ചലിക്കുമ്പോഴും അതിനെ നിനക്ക് വേണ്ടി പോസിറ്റീവ് ആക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്തായിരിക്കാം ചില വേദനകൾ നീ അനുഭവിക്കുന്നത്, ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് കാണുമായിരിക്കാം. പക്ഷെ നീ തളരാതെ പതറാതെ നിൽക്കുവാൻ തയ്യാറയാ. ആ കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തില്ല. ഇന്ന് നീ അവർക്കാർക്കും ഹല്ലേലൂയ കൊള്ളരുത്തവനായിരിക്കാം. സ്തോത്ര. അവരുടെ പേരിനൊക്കെ കളങ്കം വരുത്തി എന്ന് പറഞ്ഞ് നിന്നെ പഠിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന ഒരു നന്മയിലേക്ക് നിന്നെ കൂടി കൂട്ടിച്ചേർക്കുന്നില്ലായിരിക്കാം. അവരുടെ കുടുംബത്തിൽ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഈ രാത്രി പൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ തേടി വരുന്ന ഒരു സമയമുണ്ട്, നിന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിന്നെ മാനിച്ച് ഉയർത്തുവാനായിട്ടിടയായി തീരും. സ്തോത്ര. ജോസഫിന്റെ സഹോദരങ്ങൾക്ക് സ്തോത്ര, ജോസഫിനെ കണ്ടപ്പോൾ തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നില്ല. അവനെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടി വന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ആള് മാറ്റുമെന്നൊക്കെയും പറയുമ്പോ നാം ചിന്തിക്കും, എങ്ങനെ ദൈവം ആള് മാറ്റും? അതേ പ്രിയ ദൈവമക്കളെ, നിന്നെ ചിലടുത്ത് ആള് മാറ്റി നിർത്തുവാനായിട്ടിടയായി തീരും. നീ അനുഭവിച്ച ചില കഷ്ടതകൾക്കും, നീ അനുഭവിച്ച ചില വേദനകൾക്കും പിന്നിൽ ഹല്ലേലൂയ ദൈവത്തിന് നിശ്ചയമായിട്ടൊരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഹല്ലേലൂയ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കായിട്ടുള്ള നന്മയ്ക്കായിട്ടത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. മനുഷ്യരുടെ വിചാരങ്ങളൊക്കെ മായയായി തീരുമ്പോ നിന്നെ കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് നന്മയിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സകലരും നിന്നെ കുറിച്ച് കള പറയുമ്പോഴും ഹല്ലേലൂയ നിന്നെ
ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുമോ? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ചില രോഗങ്ങളായിരിക്കാം, ചില പ്രയാസങ്ങളായിരിക്കാം, ചില മറ്റുള്ളവരിൽ നിന്നുള്ള അകൽച്ചകളായിരിക്കാം മാനസികമായി നമ്മെ സമ്മർദ്ദത്തിൽ എത്തിക്കുന്നത്. വേദന അനുഭവിക്കും. ഒരു സൈഡ് ദൈവിക വാഗ്ദത്തങ്ങൾ കിടക്കുമ്പോൾ മാനസികമായി ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന ചില വേദനകൾ, പ്രയാസങ്ങൾ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം, പുറത്തു നിന്നുള്ളവരിൽ നിന്നായിരിക്കില്ല പ്രയാസങ്ങൾ കൂടുതൽ കടന്നു വരുന്ന, അകത്തു നിന്നുള്ളവരിൽ തന്നെ. കാരണം ആരിൽ കൂടി ചില വാക്കുകൾ, പ്രവൃത്തികൾ കടന്നു വന്ന ഞാനും നിങ്ങൾ തകരുമെന്ന് ശത്രുമണ്ഡലത്തിൽ നന്നായിട്ടറിയാം. അവരെ തന്നെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. ചിലരൊക്കെയും നമുക്കെതിരെ എഴുന്നേറ്റത് കൊണ്ടല്ലേ നമ്മുടെ കർത്താവിനെ യഥാർത്ഥമായി അറിയുവാനായിട്ട് ഇടയെത്തിരുന്നത്. ജീവിതത്തിനകത്ത് ചില വെല്ലുവിളികളും ചില പ്രയാസങ്ങളൊക്കെ കടന്നു വന്നത് കൊണ്ടല്ലേ നാം യഥാർത്ഥമായി ദൈവത്തെ അറിയാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം അവരോട് വൈരാഗ്യങ്ങൾ വയ്ക്കേണ്ട, അവരോട് നാം ഹല്ലേലൂയ യാതൊന്നും പക വയ്ക്കേണ്ട. ഹല്ലേലൂയ. അവർ മുഖാന്തരം നാം ഹല്ലേലൂയ ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ സ്തോത്രം, അതൊരു നന്മയ്ക്കായിരുന്നു എന്ന് വിശ്വസിക്കുക. സ്തോത്ര. ചിലർ മുഖാന്തരം ചില വേദനകൾ കടന്നു വന്നതായിരിക്കാം. നാം കർത്താവിന്റെ അടുക്കിലേക്ക് വരുക, അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്ന് സ്തോത്ര, അത് നന്മയ്ക്കാ. സ്തോത്ര. ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു കഷ്ടത നമുക്ക് മറക്കാനാവാത്തതായിരിക്കാം. ഇന്നും അതിന്റെ വേദനകൾ ചിലപ്പോ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അതിന്റെ മധ്യത്തില് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, അത് കർത്താവിനോട് നമ്മെ അടുപ്പിക്കുവാനായിട്ട് ഇടയായി തീർത്തുവെങ്കിൽ നാം ആരോടും വിദ്വേഷം വയ്ക്കേണ്ട, ആരോടും പക വയ്ക്കേണ്ട. ഹല്ലേലൂയ. ഇന്ന് നിന്നെ വിദ്വേഷിക്കുന്നവർ, നിന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് ഹല്ലേലൂയ നിന്റെ സ്വപ്നം എന്തായിത്തീരും, നിന്റെ മേൽ കിടക്കുന്ന വിളി എന്തായിത്തീരും, ഇവിടെ കൊണ്ടങ്ങ് ഒതുക്കിക്കളയാമെന്ന് പറയുന്നവർക്ക് ദൈവം നിന്നെ നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. അവരുടെ ജീവരക്ഷയ്ക്കായിട്ട് ഹല്ലേലൂയ അവരുടെ വിടുതലിന് കാരണമാക്കി എന്റെ സ്വർഗത്തിലെ ദൈവം ചരിത്രത്തെ അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. അവർ വിചാരിക്കുന്നത് പൊട്ടക്കിണർ കൊണ്ട് നിന്റെ അവസാനമാ, മിസ്മേൽ കച്ചവടക്കാര ജീവിതം കൊണ്ട് നിന്റെ സ്വപ്നം അവസാനിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു പൊട്ടക്കിണർ കൊണ്ടോ, ഒരു മിസ്മേൽ കച്ചവടക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടോ, ഒരു പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ടോ തീർക്കുവാനല്ല ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന പദ്ധതി. ഹല്ലേലൂയ. അതിനപ്പുറമായിട്ട് ഹല്ലേലൂയ. അതേ മിസ്രൈമേ രണ്ടാമനായിട്ട് ദൈവം ജോസഫിനെ ഉയർത്തിയെങ്കിൽ ഇന്ന് ചില തിന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത് ഒരു ഉയർച്ചയുടെ മുന്നോടി. എത്ര സ്തോത്രം. ഇന്ന് നിനക്കൊരു താഴ്ചയുണ്ടെങ്കിൽ നാളെ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് നിന്നെ ആരും ആദരിക്കുന്നില്ല എങ്കിൽ നിന്നെ ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആരും നിന്റെ സ്തോത്രം ഹല്ലേലൂയ വേണ്ട നിനക്ക് വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നിന്റെ മുമ്പാകെ അവരെ കൊണ്ട് നിർത്തുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വാക്കിന് ഹല്ലേലൂയ സ്തോത്ര വില കൽപ്പിക്കുന്ന ഒരു ടൈം വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയ. ഇന്ന് നിന്റെ വാക്ക് ആർക്കും ഇഷ്ടമില്ലായിരിക്കാം, നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് ഹല്ലേലൂയ വെറുപ്പായിരിക്കാം, നിന്നെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്ന സ്തോത്ര, നിന്റെ വാക്കിന് വേണ്ടി ഹല്ലേലൂയ ചിലർ കാതോർത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ട്. നിന്റെ വാക്കിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം നിന്റെ മുമ്പാകെ ആഗതമായി തീരുവാനായിട്ട് ഇടയായിത്തീര. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ജോസഫ് എന്ത് പറയുന്നുവോ അതനുസരിച്ച് ഹല്ലേലൂയ ആ ദേശത്തിലുള്ള ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിനായിട്ട് രാജാവ് തന്നെ അതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ക്ഷാമം വരാൻ പോകുന്നു, ഇനി എന്താ ചെയ്യേണ്ടത് ഹല്ലേലൂയ എന്ന് ജോസഫിനോട് ചോദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നിന്റെ മേ കൈമാറിയത് ചെറുതല്ല എന്ന് ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന വിളി, നിന്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ്, നിന്റെ മേൽ പകരപ്പെട്ട ദർശനം ഹല്ലേലൂയ ഒതുക്കിക്കളയാനായിട്ടുള്ളതല്ല, അതിനെ പുറത്തെടുക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ടൈമിലേക്ക് ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണ സമയം
വിജയത്തിലേക്ക് നീ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി പറയുക. സ്തോത്രം. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. നിന്നെ ചിലയിടത്ത് നിന്ന് ആളയിപ്പിച്ച് വരുത്തുവാനായിട്ടിടയായിത്തീരും. ചിലരൊക്കെ മറന്നുപോയി കാണുമായിരിക്കാം. ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അതെ, ചിലർ മറന്നതാ. ഹല്ലേലൂയ. നമുക്ക് നല്ലത്. കാരണം ദൈവം ഓർപ്പിക്കേണ്ട സമയത്ത് ദൈവം ഓർത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മെ ആളയിച്ച് വരുത്തും. ഹല്ലേലൂയ. എന്തിനാ വരുത്തുന്നത്? നിന്റെ മേൽ ചിലത് പകരേണ്ടതിന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ നിന്നെ വിളിച്ചില്ല, ഒരു മനുഷ്യൻ നിന്നെ ഓർത്തില്ല എന്നോർത്ത് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. അവരോട് സ്തോത്രം അരാജത്വം നിനക്ക് തോന്നണ്ട. ഹല്ലേലൂയ. നീ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്ക്. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ടൈമുണ്ട്. അതേ സ്തോത്രം. ഉടനെ ഫറവോൻ ആളയച്ച് ജോസഫിനെ അവിടെ നിന്ന് ഇറക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നീ എവിടെ ആയിരുന്നാലും, ഏത് കാരാഗൃഹത്തിന്റെ കുണ്ടറയ്ക്കകത്ത് ആയിരുന്നാലും, വാഗ്ദത്തം നിറവേറേണ്ട സമയത്തെ നിന്നെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അതെ, നിന്റെ മേൽ ചിലതിനെ ദൈവം പകരുവാനായിട്ട് ഇടയത്തീരാ. ചില ഉയർച്ചകൾ നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതെ, നമുക്ക് അവിടെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അവരുടെ ജീവിതത്തിൽ മിശ്രമി ധ്യാനമൊക്കെ തീർന്നു എന്ന് സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ അവിടെ നശിക്കാതിരിക്കേണ്ടതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് രാജാവ് ജോസഫിനോട് ചോദിച്ചു. ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ജോസഫിനെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അത് വചനത്തിൽ കാണും. ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞു വെക്കില്ല, അവർ അവനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. സ്വപ്നത്തെ എന്തായി തീരുമെന്ന് ചോദിച്ചവർക്ക് സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം നടന്നു കഴിഞ്ഞപ്പോ ഇവൻ ആരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതി ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ സ്വപ്നത്തിന്റെ വലിപ്പം എന്തെന്ന്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതി. ഹല്ലേലൂയ. വലിപ്പമേറിയത് എത്ര ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്ക. ആ സ്വപ്നം നിറവേറുന്നതിന് വരെ മാത്രമേ നിന്നെ മറ്റുള്ളവർക്ക് തൊടാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ നിന്നെ തൊടുന്നവർക്കും ഹല്ലേലൂയ നിന്റെ മുമ്പാകെ വന്ന് നിർത്തുന്ന ഒരു സമയം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അവർ തിരിച്ചറിഞ്ഞില്ല സഹോദരനെ. ഹല്ലേലൂയ. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ജോസഫ് ഇവിടെ എത്തുമെന്ന്. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ നിന്നെ എത്തിക്കുന്നത് നിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില തിന്മകളെ എന്റെ ദൈവം തമ്പുരാൻ നന്മയാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേൽ ഒരു ദർശനത്തെ തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം. പലരും നിനക്കെതിരായി എഴുന്നേറ്റെന്നിരിക്കാം. പക്ഷേ അവിടെ ഒന്നും കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുന്നത് നിന്റെ മേൽ കിടക്കുന്ന ദർശനത്തിലത്രേ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വിടുതലത്രേ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതിയിലത്രേ. ആ ദൈവിക പദ്ധതി നിന്റെ മേൽ കിടക്കുമ്പോ അതിനെ തകർക്കുവാനായിട്ട്, അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരൊക്കെ മാറി മാറി നിന്റെ സ്വപ്നത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, നിന്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാലും സ്വപ്നം പകർന്നത് സ്വർഗത്തിൽ നിന്നെങ്കിൽ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കുന്നതും സ്വർഗമെന്ന് ഈ പകൽക്കാല പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാ. സ്തോത്രം. നീ ചിലതെടുത്ത് നിന്നു കൊടുക്ക. നീ കർത്താവിനെ ബഹുമാനിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന്റെ വഴിയെ നടക്ക. കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് ദൈവം നിന്റെ പാതകളെ നിരപ്പാക്കും, നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 9-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. രാത്രി കർത്താവ് ദർശനത്തിൽ പൗലൂസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്തിനാ? ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദമായിട്ട് പൗലൂസ് നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യാതെ
ഇരിക്കേണ്ടതിനായിട്ട്, നിന്നിൽ ഏൽപ്പിച്ചതിനെ നിവർത്തീകരിക്കേണ്ടതിനായിട്ട് എന്തവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കേണ്ട. സ്തോത്ര. ചില ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോ ഇതിനൊക്കെ വേണമോ എന്ന് ചിന്തിക്കുമ്പോഴേ അല്ലേ, പക്ഷെ ഞാൻ പറയട്ടെ, ഭയപ്പെടാതെ നീ നിൽക്കുവാൻ തയ്യാറാക്കുന്നു വെക്കേ. പ്രിയ ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആരും നിന്നെ കയ്യേറ്റം ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ആരും നിനക്ക് തിന്മയായി പ്രവർത്തിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം അത്രേ. സ്തോത്ര. പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ അർദ്ധരാത്രിയെ പൗലോസും സീലാസും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, പെട്ടെന്ന് അവിടെ ഭൂകമ്പം ഉണ്ടായി. അവിടെ ആ ഒരു വിഷയത്തെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ആ കാരാഗ്രഹം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തെ വേദനകളും പ്രയാസങ്ങൾ കടന്നു വന്നുവെക്കില്ല. ശത്രു എന്തായി തീരുമെന്ന് നോക്കി നിന്ന ഇടത്ത് ഹല്ലേലൂയ ചിലതിന്റെയൊക്കെ വീട് തന്നെ കാരണമാക്കി തീർത്തു. സ്തോത്ര. ആ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിന്റെ വീട് തന്നെ കാരണമാക്കി തീർത്തു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നീ ചിലയിടത്തൂടെയൊക്കെയും കടന്നു പോകുമ്പോ നിന്നെ അവിടെ തകർത്ത് കളയുന്നൊരു ദൈവമല്ല. ആ രാത്രിയുടെ നിന്റെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മധ്യത്തില് നിന്നിൽ കൂടെ ചിലതിനെ കൂടി കർത്താവിനെ അറിയുവാനായിട്ടിടത്തിലും നിന്റെ യാത്രയുടെ മധ്യത്തിൽ നീ ആയിരിക്കുമ്പോ നീ പ്രതീക്ഷിക്കാത്ത ചില റൂട്ടുകൾ നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരുന്നുവെക്ക് ഭാരപ്പെടണ്ട. അതിനകത്തും എന്തോ ദൈവത്തിന് ഒന്നുണ്ട്. നമുക്ക് ഈ തിരുവചനത്തിലെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ കാരാഗ്രഹ പ്രമാണി കുടുംബവും കർത്താവിനെ കൈക്കൊണ്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ വീടടക്കം സന്തോഷിക്കുവാനായിട്ട് ഇടയെത്തുന്നു. നിനക്ക് കാരാഗ്രഹം വേദന ഉളവാക്കുന്നതെങ്കിലും പ്രിയ ദൈവമക്കളെ, ചിലരുടെ വീടുകൾ സന്തോഷിക്കത്തക്ക രീതിയിൽ, ചിലർ കർത്താവിനെ അറിയത്തക്ക രീതിയിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയത്തിനും. ജോസഫ് ഒത്തിരി വേദനയെ കൂടി കടന്നുപോയി, പ്രയാസഘട്ടത്തിൽ കൂടി കടന്നുപോയി. എന്നാൽ സഹോദരങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് മിസ്രൈം ദേശത്തിന് വീട് തന്നെയായിട്ട് ദൈവം അവനെ ഒരുക്കുവാനായിട്ടിടയെ തീർന്നു. നീ കർത്താവിന് പകരക്കാരനായിട്ട് നിനക്കൊന്ന് നിൽക്കുവാൻ കഴിയുമ്പോ സ്തോത്ര ഹല്ലേലൂയ കർത്താവ് മതലേ ചെയ്യുവാനായിട്ടിടയായി തീർന്ന സ്തോത്ര. തന്നെ ആരും കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ തനിക്കെതിരായി പ്രയാസങ്ങൾ കടത്തിവിട്ടു, പ്രതികൂലങ്ങൾ കടത്തിവിട്ടു. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, തന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാനായിട്ടിടയെ തീർന്നു. മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനെ കൂടി ചെയ്യേണ്ടതെല്ലാം ചെയ്യിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ചിലതിൽ കൂടി കടത്തി നിന്നെ വിടുന്നത് സ്തോത്ര നിന്നെ അവിടെ തകർത്ത് കളയുവാനല്ല, നീ മറ്റുള്ള മുമ്പിൽ നിന്നെ അനുഭവിക്കുവാനല്ല. അതെ, അതിനകത്ത് ചിലർ സന്തോഷിക്കുവാനായിട്ടിടത്തിലും നിന്റെ ചില കഷ്ടതകൾ, ചില വേദനകൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ വിടുതലിന് കാരണമായി തീരുന്നുവെങ്കിൽ പ്രിയതേ മക്കളെ, അത് നാം സന്തോഷിക്കുവാനായിട്ടിടയായി തീരുക. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ഹല്ലേലൂയ ചില ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണുമായിരിക്കും. പക്ഷേ അവിടെ ചിലപ്പോൾ നാം ആരോടെങ്കിലും ഒരു വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് ചില അവസരങ്ങൾ കാണുമായിരിക്കാം. നാം അതിനെയൊക്കെ ഉദാസീനതയായിട്ട് കളയാതെ നാം ഒരു യാത്ര, നാം നിശ്ചയിക്കാത്ത ഒരു യാത്ര നമ്മുടെ മുമ്പിൽ ഒരു പ്രയാസം വരുന്നുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇതിന് പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അത് മുടക്കം വരാതെ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാൻ സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ പൗലോസിന്റെ ജീവിതത്തിനകത്ത് മെലിത്ത എന്ന ദ്വീപിലെത്തി. ഹല്ലേലൂയ മെലിത്ത അവരുടെ റൂട്ടിലുള്ള പദ്ധതിയല്ല യാത്രയിൽ. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മെൽത്തിൽ കൊണ്ടെത്തിച്ചത് എന്താ, ആ ദേശത്തിന്മേ വ്യാപരിച്ചു കൊണ്ടിരുന്ന അന്ധകാര മണ്ഡലത്തെ ഒതുക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. അതേ സ്തോത്ര. അണലി ആരെ കടിച്ചാലും അവിടെ ചത്തുവിടുന്ന വീർത്തു വിടുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവഭക്തൻ ചെന്നപ്പോ, അഭിഷേകമുള്ളവൻ ചെന്ന് കഴിഞ്ഞപ്പോ ആ ശക്തിയെ അവിടെ അവന്റെ കൈക്കീൽ ഒതുക്കുവാനായിട്ടിടയെത്തുന്നു. അങ്ങനെ നിന്റെ യാത്രയുടെ മധ്യത്തിൽ ചില റൂട്ടുകൾ ദൈവം തമ്മിലെ തിരിച്ചുവിടുന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, അവിടെ നടക്കുന്ന ആവർത്തനം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നീ ഒരു പരാജയമെന്ന് പറയുവാനല്ല, അതേ ചില ആവർത്തനങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ. ഹല്ലേലൂയ. ചില അന്ധകാര മണ്ഡലങ്ങളെ തകർക്കുവാൻ എത്ര. ഹല്ലേലൂയ. അവിടെ ബർബരന്മാർ അസാധാരണമായ ദയ അവരോട് തോന്നിക്കുവാനായിട്ടിടയെത്തുന്നു. ആ നഷ്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരവിടെ നിന്ന് യാത്ര ചെയ്ത് തിരിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടതൊക്കെയും ആ കപ്പലിൽ കയറ്റി കൊടുക്കുവാനായിട്ടിടയായി തീർന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നീ മുന്നോട്ട് പോകും.
പോകുമ്പോൾ ചില നഷ്ടങ്ങൾ കടന്നു വരാം, ചില പരാജയങ്ങൾ കടന്നു വരാം, ചില അങ്കികൾ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ജോസഫിന്റെ ജീവിതത്തിനകത്ത് തന്റെ അങ്കി നഷ്ടപ്പെട്ടു. തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച അപ്പൻ തനിക്ക് കൊടുത്തതായ ആ നീല അങ്കി നഷ്ടപ്പെടാനായിട്ടിടയത്തുള്ളൂ. ആ ഒരു നഷ്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും മേത്തരമായിട്ടുള്ള ഒന്നിനെ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഒരുക്കി വച്ചിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ യാത്രയുടെ മധ്യത്തിൽ മറ്റുള്ളവർ നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ചില നഷ്ടങ്ങൾ കടന്നു വരാം, ചില പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷെ അതിനേക്കാൾ മേത്തരമായിട്ടുള്ളതിനെ ദൈവം നിന്നെ അണിയിക്കുവാനായിട്ടിടയത്തിനും. ഇതുകൊണ്ട് വചനത്തിൽ പറയുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പം കൊടുത്ത ഡ്രസ്സിനെ വലിച്ചു കീറി കളയുവാൻ മാത്രമേ അതിനകത്ത് ബ്ലഡും പുരട്ടി അപ്പന്റെ അടുക്കൽ കൊണ്ട് തിരിച്ചു കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ അവർക്കറിയത്തില്ല സഹോദരങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒന്നിനെ ഹല്ലേലൂയ അവിടെ രാജാവ് ഒരുക്കുന്നുണ്ട് എന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നുണ്ട് എന്ന്. ഹല്ലേലൂയ. ദേശോത്ര സഹോദരങ്ങൾക്ക് അറിയാതിരിക്കുമ്പോഴാ ദൈവഭക്തന് വേണ്ടി, ദൈവത്തെ ബഹുമാനിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലെ ചില നഷ്ടങ്ങളുടെ നടുവിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരുക്കി നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ അങ്കിയുമായി ധരിച്ചു കടന്നു വന്നപ്പോ സഹോദരങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിന്റെ മേൽ ചിലത് അണിയിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, ഇന്നത്തെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ കണ്ട് നീ ഭാരപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. അത് നന്മയിലേക്ക് വ്യാപരിക്കും. ഈ 2024 ആരംഭത്തിൽ മുതൽ നീ ചില തിന്മകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവരിൽ നിന്ന് പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ജോലി മേഖലയിൽ ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം, അല്ലെ നിന്റെ ഭവനത്തിനകത്ത് മറ്റുള്ളവർക്കില്ലാത്ത പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചിലതിനെ സഹിച്ചു നിൽക്കുവാൻ, ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തെ സ്നേഹിച്ച് നീ നിൽക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക്, നിന്നെ തകർക്കുവാൻ നോക്കുന്നവർക്ക്, നിന്റെ സ്വപ്നം എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ടിടയത്തിര, നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ടിടയത്തിര. അതുകൊണ്ട് ഇവിടെ റോമർക്കെതിരെ ലേഖനത്തിൽ ഞാൻ വായിക്കുവാനായിട്ടിടയത്തുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഹല്ലേലൂയ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ജീവിതത്തിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നോക്കിക്കൊണ്ട് പറയാമോ, ഇതെന്റെ നന്മയ്ക്ക, എന്റെ തിന്മയ്ക്കല്ല. ശത്രു തിന്മയ്ക്കായി കൊണ്ടുവന്നതാ, പക്ഷെ എന്റെ കൂടെയുള്ള ദൈവം എന്റെ നന്മയ്ക്കാക്കി തീർക്കുമെന്ന്. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ തിന്മയെന്ന് പറഞ്ഞു നടക്കുക ദൈവം അനുവദിക്കാതെ അതിനെ നന്മയാക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്ര. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാർ ആത്തിച്ചാൻ ആകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുക മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. ദൈവം അനുവദിച്ചിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ചില വേദനകൾ കടന്നു വരുന്നവയ്ക്ക് അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രു എത്ര തന്നെ നിന്നെ തകർക്കാൻ നോക്കി, ചിലപ്പോൾ ഒരു ചെറിയ രോഗമായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത്, ചിലപ്പോൾ നീ ചെയ്യാത്തൊരു തെറ്റിന് നീ കേൾക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം. പക്ഷെ നാം ഓർക്കണം, ഹല്ലേലൂയ, അതൊക്കെ നമുക്ക് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു ചെറിയ വിഷയത്തിനകത്തും തിന്മ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദൈവം തമ്പുരാൻ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യത്തില്ല. അതിനെ എന്ത് ചെയ്യുന്നു? നന്മയിലേക്ക് വ്യാപരിക്കും. നന്മയുടെ ഒരു നീരുറവ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അതിലേക്ക് ഒഴുക്കിവിടും. അവിടെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, സകലം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. അതേ സ്തോത്രം നന്മയിലേക്ക് കൂടി വ്യാപരിക്കും. അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഈ 2024 നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില തിന്മകൾ 2024 തീരുന്നതിന് മുമ്പേ നന്മയ്ക്കായിരുന്നു എന്ന് പറയത്തക്ക രീതി ദൈവത്തിന്റെ ചില മാന്യതകൾ, ദൈവത്തിന്റെ ചില ഉയർച്ചകൾ, ദൈവത്തിന്റെ ചില പദവികൾ, ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തന്ന് നിന്നെ തകർച്ച കാണുക, നിന്നെ പരാജയപ്പെടുത്തുക, നോക്കിയവരുടെ നടുവേ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുവാനായിട്ട് ഇടയായിത്തരും. അങ്ങനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്രം. ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പൊ അവരനുഭവിക്കുന്ന
വരുന്ന കഷ്ടതകൾ, വേദനകൾ, പ്രയാസങ്ങൾ സകലതും കർത്താവേ നന്മയിലേക്ക് എത്തിക്കണമേ. എന്ന് തീരും കർത്താവേ എൻ്റെ കഷ്ടത. ആർക്കുമില്ലാത്ത കഷ്ടത എനിക്ക് മാത്രം എന്തേ എന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനകത്തൊരു നന്മയുണ്ട് എന്നും ദൈവിക പദ്ധതി ഉണ്ട് എന്നും തിരിച്ചറിയുക. ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഉണ്ടോ? സ്തോത്ര. അതിനെതിരെ വെല്ലുവിളികൾ ഉണ്ട്. ആ വെല്ലുവിളികളെ നന്മയാക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ തന്നെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവർ കർത്താവിനോട് നിൽപ്പാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ ബഹുമാനിച്ച് കർത്താവെ അപ്പനോട് പറ്റിയിരുന്ന ആ നന്മയിലേക്ക് എത്തിച്ചേരുക, ദൈവിക പദ്ധതിയിലേക്ക് എത്തിച്ചേരുക. തന്റെ ജനത്തെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.